കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് കുളത്തൂപ്പുഴ വലിയലയിൽ നിന്നും ചായക്കട ഉടമയായ നിസാമുദ്ദീന്റെ സ്കൂട്ടർ കാണാതാകുന്നത്. ഉടൻ തന്നെ പോലീസിൽ വിവരം നൽകുന്നതിനോടൊപ്പം നാട്ടുവാർത്തയെയും വിവരം അറിയിച്ചു. സ്ഥലത്തെത്തിയ നാട്ടുവാർത്താ റിപ്പോർട്ടർ തത്സമയം വാർത്ത ജനങ്ങളിലേക്ക് എത്തിച്ചു. മറുവശത്ത് പോലീസും അന്വേഷണം ആരംഭിച്ചു. വാർത്ത ഷെയർ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തി തുടങ്ങിയതോടെ 11 മൈൽ സ്വദേശി ഫ്രാൻസിസ് നാട്ടുവാർത്തയുമായി ബന്ധപ്പെട്ടു. വൈകിട്ട് 7 മണിയോടെ 11 മൈലിൽ വളവിൽ ഒരു സ്കൂട്ടറിലെത്തിയ യുവാവ് വീണെന്നും തനിക്ക് ആശുപത്രിയിൽ പോകണ്ട, കൊല്ലത്തെ വീട്ടിലെത്തിക്കണമെന്നും വണ്ടി പിന്നീട് എടുക്കുമെന്നും ഇയാൾ അറിയിച്ചു. ഇയാളെ ആദ്യം വീട്ടിലേക്ക് കയറ്റിവിട്ട ശേഷം വാഹനം പരിശോധിക്കവെയാണ് നാട്ടുവാർത്ത ശ്രദ്ധയിൽപ്പെടുന്നതെന്നും മറിഞ്ഞത് മോഷണം പോയ സ്കൂട്ടറാണെന്ന് തിരിച്ചറിയുന്നതെന്നും ഫ്രാൻസിസ് പറയുന്നു. ഉടൻ വിവരം പോലീസിലും ഒപ്പം നാട്ടുവാർത്തയും അറിയിക്കുകയായിരുന്നു. ഞാൻ ജോലിയും കഴിഞ്ഞ് വരുമ്പോഴാണ് ഇവിടെ ഒരു ആൾക്കൂട്ടം കണ്ടുകൊണ്ടാണ് ഞാൻ അവിടെ പോയിട്ട് തിരിച്ചു വരുന്നത്. ഞാൻ വന്ന സമയത്ത് ഇവിടെ ഒരു പയ്യൻ ഇവിടെ കിടക്കുവാണ്. അങ്ങനെ ആൾക്കാർ പറഞ്ഞു ഇവൻ ബൈക്കിൽ നിന്ന് ഈ സ്കൂട്ടിയിൽ നിന്ന് വീണയാന്ന് പറഞ്ഞ്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞപ്പോഴത്തേനും ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. പിന്നെ ഞാനും നമ്മുടെ ഈ അണ്ണനും കൂടെ ഉള്ളായിരുന്നു ഇവിടെ. അങ്ങനെ അവൻ്റെ ഇരിക്കുക കാര്യങ്ങളൊക്കെ പറഞ്ഞിട മോനെ എന്നൊക്കെ പറഞ്ഞ് നീ ഫോൺ നമ്പർ പറയാൻ പറഞ്ഞ്. അങ്ങനെയാണ് അവൻ ഞങ്ങൾക്ക് അവൻ്റെ അമ്മയുടെ നമ്പർ പറഞ്ഞു തരികയും അങ്ങനെ അത് പ്രകാരം ഞങ്ങൾ അവരെ വിളിക്കുകയും അങ്ങനെ അവർ പറഞ്ഞ് ഞങ്ങളുടെ പറഞ്ഞൊരു ഓട്ടോയിൽ എന്തെങ്കിലും അവനെ കയറ്റി വിടാൻ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ഓട്ടോ അറേഞ്ച് ചെയ്ത് അവനെ കയറ്റി വിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് കുളിച്ച് ഇച്ചിരി കഴിഞ്ഞപ്പോഴാണ് നാട്ടുവാർത്തയ്ക്ക് അതൊരു വാർത്ത വരുന്നത്. ഇതോടൊക്കെ ഒരു സ്കൂട്ടി കൊളുത്തപ്പുഴയിൽ നിന്ന് മോഷണം പോയെന്ന്. അങ്ങനെ ഈ വണ്ടിയുടെ പെട്ടെന്ന് ഈ നമ്പർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വണ്ടിയാണെന്ന്. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് നാട്ടുവാർത്തയായിട്ട് ബന്ധപ്പെടുന്നതും ഇവിടെ വരാനുണ്ടായ കാരണം. ഉടമ സ്ഥലത്തെത്തി സ്കൂട്ടർ തന്റേതാണെന്ന് സ്ഥിരീകരിച്ചു. മദ്യപിച്ച് ലക്കുകെട്ട യുവാവ് സ്കൂട്ടർ മാറിയെടുക്കുകയായിരുന്നോ അതോ കവർച്ച നടത്തുകയായിരുന്നോ എന്ന് അന്വേഷിക്കുകയാണ് പോലീസ്. അതേസമയം നഷ്ടമായ സ്കൂട്ടർ മണിക്കൂറുകൾക്കകം തിരികെ കിട്ടിയതിലുള്ള സന്തോഷത്തിലാണ് നിസാമുദ്ദീൻ. നാട്ടുവാർത്തയ്ക്ക് നന്ദി പറയാനും നിസാം മടിച്ചില്ല. 5:10-നും 6:15-നും ഇടയ്ക്ക് വെച്ച് എൻ്റെ വണ്ടി എൻ്റെ കടയുടെ ഫ്രണ്ടിൽ വെച്ചിരുന്ന വണ്ടി നഷ്ടപ്പെട്ടു. ആ സമയം ഞാൻ നാട്ടുവാർത്തയെ അറിയിപ്പിച്ചു. നാട്ടുവാർത്തയിൽ ജെറിനെ അറിയിപ്പിച്ചു. ജെറിൻ വന്ന് വാർത്ത ലൈവ് ചെയ്തു. അത് അരമണിക്കൂർ കൊണ്ട് വണ്ടി ലഭിച്ചു. 11 മൈലിൽ ആക്സിഡൻറ്റിൽപ്പെട്ട് കിടന്നെന്നും പറഞ്ഞ് അവിടെയുള്ള നാട്ടുകാർ നാട്ടുവാർത്തയെ അറിയിപ്പിച്ചു. അതുപ്രകാരം വണ്ടി ഞങ്ങൾ ഐഡൻറ്റിഫിക്കേറ്റ് ചെയ്തു. വണ്ടി സുരക്ഷിതമായി ഇപ്പോൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് പോലീസിൽ കൈമാറും. നാട്ടുവാർത്ത കുളത്തൂപ്പുഴ.